അരളിച്ചെടിയുടെ ഇല തിന്ന പശുവും കിടാവും ചത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. തെങ്ങമം സ്വദേശി പങ്കജവല്ലിയുടെ പശുക്കളാണ് ചത്തത്. തീറ്റയ്ക്കൊപ്പം അരളി അബദ്ധത്തിൽ കൊടുത്തതാണ്. ഇതിന് പിന്നാലെയാണ് പശുവും കിടാവും ചത്തതെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട് കാണാം. സുജയ, പത്തനംതിട്ട അടൂരിന് സമീപം തെങ്ങമത്താണ് അരളിയില കഴിച്ചതിനെ തുടർന്ന് പശുവും കിടാവും ചത്തത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ പശുവിനും കിടാവിനും അരളിയില ഉൾപ്പെടെ തീറ്റി നൽകിയത്. പക്ഷേ അത് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഈ തീറ്റ കൊടുത്ത കൂട്ടത്തിൽ അരളിയില ഉണ്ടായിരുന്നു എന്ന്. ബുധനാഴ്ച തന്നെ കിടാവ് ചത്തു. പിന്നീട് വെള്ളിയാഴ്ച പശുവും ചത്തു. ഇതിനിടെ വെറ്ററിനറി ഡോക്ടറെ വിവരം അറിയിച്ചിരുന്നു. വെറ്ററിനറി ഡോക്ടർ വന്ന് വിശദമായി പരിശോധിച്ചിരുന്നു. ആദ്യ സമയത്ത് ഈ ഒരു അരളിയില പശുവിൻ്റെ വയറ്റിൽ ചെന്നതായി ഒരു സൂചനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമോ മൃഗഡോക്ടർക്കോ ഒപ്പം തന്നെ വീട്ടുകാർക്കോ ഇല്ലായിരുന്നു. പിന്നീട് വിശദമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ നടന്നു. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ മൃഗഡോക്ടർ അറിയിച്ചിരിക്കുന്നത് ഈ അരളി ഇല ഈ പശുക്കൾ രണ്ടും പശുവും ഒപ്പം തന്നെ കിടാവും കഴിച്ചിരുന്നുവെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വീട്ടുകാർ ഇതിന് തീറ്റ സംഭരിച്ചത് ഇവരുടെ വീടിന് അടുത്ത് നിന്നാണ്. അവിടെ നിന്നാണ് സ്ഥിരമായി ഈ പശുവിനും കിടാവിനുമുള്ള തീറ്റയൊക്കെ അവർ എടുത്തിരുന്നത്. ഇപ്പോൾ ഈ പശുവിൻ്റെ ഉടമ പങ്കജവല്ലിയമ്മ നമ്മോടൊപ്പമുണ്ട്. അമ്മയെ, നിങ്ങൾ എവിടെ നിന്നാണ് സാധാരണ തീറ്റ എടുക്കാറ്? അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് ഒത്തിരി ചെടിയെല്ലാം കൂടെ വെട്ടി ഉടനെ ഈ തീറ്റയും കൂടെ ഇതിൻ്റെ കൂടെ വെട്ടി കിടന്നതാണ്. എന്നോട് പറഞ്ഞ് വാരിക്കൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ വാരിക്കൊണ്ട് വന്നപ്പോൾ ഈ ഒരെണ്ണത്തിനെ കുത്തിവെക്കാനായതുകൊണ്ട് ഒരെണ്ണത്തിനെ തള്ളയും കുഞ്ഞിനെയും അകത്ത് തന്നെ കെട്ടിയിരുന്നു. വേറെയുള്ള പശുക്കൾക്ക് കൊടുത്തില്ല. ഈ അകത്ത് നിന്നതിന് മാത്രം കൊണ്ടുവന്ന് എലുത്തിലോട്ടങ്ങ് വാരി അതിൻ്റെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ അന്ന് ആ തീറ്റ കൊടുത്തതിന് ശേഷം ഈ പശു കിടാവിന് എന്ത് മാറ്റമാണ് തോന്നിയത്? അതിനെന്തെങ്കിലും വയ്യാത്തത് പോലെ വന്നിരുന്നോ? മുട്ടുമോ, വയറ് വീർത്തിട്ട് ഇങ്ങനെ മുട്ടുന്നത് മാത്രമേ അറിയാവൂ. ഞാൻ കഞ്ഞുള്ളവും പാലും എല്ലാം ഞാൻ കറന്ന് കോരി കൊടുത്തു ഇതിന് ശ്വാസം മുട്ടുന്നതിന്. അപ്പോഴും വയറ് വരും. ഇതിന് തീറ്റയൊന്നും മരുന്നൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ വെള്ളത്തറ പോയിച്ച് വന്നപ്പോഴത്തേക്ക് ഇതങ്ങ് ചത്ത്. തള്ളയ്ക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കിടാവങ്ങ് ചത്തുപോയി. അപ്പോൾ ഈ കുത്തിവെക്കാൻ വന്ന ഡോക്ടറാണ് പറഞ്ഞത് നിങ്ങളുടെ പശുവിൻ്റെ മുന്നിൽ അരളി കിടക്കുന്നത് ഞാൻ കണ്ടെന്ന്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞത് ചക്ക തിന്നെന്നാണ് പറഞ്ഞത്. പശു ചക്ക തിന്ന് ദഹനക്കേടാണെന്ന് പറഞ്ഞാൽ മരുന്ന് തന്നത്. ഞാൻ 4 വട്ടം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 മണിയാകുമ്പം വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ ഇന്നൊരു മരുന്നിനോട് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അതും മേടിച്ചുകൊണ്ട് കൊടുത്തു. ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇപ്പോൾ ബുധനാഴ്ച തന്നെ കിടാവ് ചത്തു. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് തള്ള ചാകുന്നത്. അപ്പോൾ ഈ പശുവിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു? പശുവിന് കണ്ണ് വഴുക്കുമോ, പശുവിൻ്റെ കണ്ണങ്ങ് വഴുക്കുമോ. ഞാൻ അതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമോ, അല്ലാതെ ഒരു മാറ്റമില്ല. വീണ്ടി അവയ്ക്കത്തില്ല എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. വീണ്ടി അവയ്ക്കത്തുമില്ല, കിടക്കത്തുമില്ല, ഇങ്ങനെ നിൽക്കുവാങ്ങ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. 15 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവല്ലേ. അതിനെയും കൊണ്ടാണ് ജീവിക്കുന്നതും നടക്കുന്നതും. രാവിലെ ഇവിടെ പാലിന് വരുന്നുണ്ട്. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് മറിയോ എല്ലാവരും. ഞാൻ 4 മണിക്ക് എണീച്ച് പശുവിനെ കറക്കുന്നതാണ്. 4 മണിക്ക് കുളിപ്പിച്ചേം വെച്ച് പശുവിനെ കറക്കുന്ന. സുജയ, വളരെ കരുതലോടുകൂടിയാണ് ഈ അമ്മ പശുവിനെ വളർത്തിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇനിയിപ്പോൾ കുറച്ച് പശുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. ഏതായാലും ഇപ്പോഴും അവർക്കൊരു ഭീതിയുണ്ട്. മൃഗഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. അരളിയില പശുവിൻ്റെ വയറ്റിൽ ചെന്നതുകൊണ്ട് തന്നെയാണ് പശുവും ഒപ്പം തന്നെ കിടാവും ചത്തത്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ളവർക്കെല്ലാം അല്പം ഭീതി കൂടിയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.